നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് പിണറായി വിജയന്റെ അടുക്കള വരെ സ്വാധീനം. തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കെതിരെ പച്ചയ്ക്ക് പറഞ്ഞ നേതാവ് നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുകയാണ്. സ്വരാജും കൂട്ടരും തീർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതെന്താണ് സഖാക്കളെ പിണറായി വിജയനെ പറഞ്ഞാൽ ഇത്ര പൊള്ളൽ? പിണറായി വിജയന്റെ കയ്യിലാണോ CPMന്റെ തലയിലെഴുത്തിരിക്കുന്നത്? സകലമാന കോർപ്പറേറ്റുകളുമായും ബന്ധമുള്ള ആളാണ് പിണറായി വിജയനെന്ന് ആർക്കാണ് അറിയാത്തത്? അവരുടെ കാല് നക്കി ഈ പാർട്ടിയെ വിറ്റ കാശും കൊണ്ടാണ് തായ്ക്കണ്ടിയിൽ കുടുംബം വൻ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഈ പാർട്ടി ചത്ത് അതിന്റെ ചരമഗീതം എഴുതാറായിരിക്കുന്ന ഈ വേളയിൽ ബോധമുള്ള കുറച്ച് CPMകാർ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പിണറായിക്കും ശിങ്കിടികൾക്കും അങ്ങ് പൊള്ളലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിക്ക് പാർട്ടിയുടെ കുരുക്ക്. കരമന ഹരിയോട് CPM വിശദീകരണം തേടിയിരിക്കുകയാണ്. തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഹരിയുടെ പരാമർശം. മുതലാളി ആരാണെന്ന് പറയണമെന്ന് യോഗത്തിൽ തന്നെ സ്വരാജ് ആവശ്യപ്പെട്ടു. എന്നാൽ പേര് പറയാൻ കരമന ഹരി തയ്യാറായില്ല. തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നത്. കരമന ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിരുന്നില്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായ ഹരി തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വസ്തരിൽ ഒരാളാണ്. നഗരസഭാ മുൻ കൗൺസിലറുമായ ഹരി മുഖ്യമന്ത്രിയോടും അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. ഈ ഹരി മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിക്കുമ്പോൾ ഏതായാലും നേതാക്കൾ ഞെട്ടുമല്ലോ. മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ല എന്നും മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായിരുന്നു. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കി. മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ഉയർന്നിരുന്നു. സ്പീക്കർ AN ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനം വന്നിരുന്നു. നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ശക്തമായി ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായിക്ക് നേരെ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് തിരുവനന്തപുരത്തെ യോഗത്തിൽ നടന്നതും. കൊല്ലത്തും കണ്ണൂരിലും ഇതിന്റെ ഡബിൾ അടിയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. എന്നാൽ മറ്റു യോഗങ്ങളിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യം, വീണയുടെ മാസപ്പടിയൊക്കെയാണ് വലിയ ചർച്ചയായതും നേതാക്കൾ വലിച്ചിട്ടലക്കിയതും. എന്നാൽ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ വ്യവസായികളുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതാണ് നേതാക്കളെ ചൊടിപ്പിച്ചത്. പോരാത്തതിന് കരമന ഹരിക്ക് പിണറായി വിജയനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. കൂട്ടത്തിൽ നിന്ന് വലിയ വെടി പൊട്ടിയതോടെയാണ് പാർട്ടി ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വ്യവസായികളുമായുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ബന്ധം പണ്ട് മുതലേ പാർട്ടിയിൽ ചർച്ചയാണ്. VS അച്യുതാനന്ദൻ പലയാവർത്തി പിണറായിയെ നിർത്തി പൊരിച്ചിട്ടുണ്ട് ഈ കാരണത്തിൽ. വെറുക്കപ്പെട്ടവന്മാരുമൊക്കെയായി തോളിൽ കൈയിടുന്ന ബന്ധം. വീണയുടെ പഠനം മുതൽ ജോലി, സ്വന്തമായി എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയത്, ഇതിലെല്ലാം വ്യവസായ പ്രമുഖന്മാർക്ക് പങ്കുണ്ട്. പല വ്യവസായ മുതലാളിമാർക്കും പിണറായി വിജയന്റെ അടുക്കളയിൽ വരെ സ്വാതന്ത്ര്യമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അതിപ്പോൾ കൂട്ടത്തിലുള്ളവർ തുറന്നു പറയുമ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ലല്ലോ. വളരെ ഫലഭൂയിഷ്ടമായ ഒരു വൃക്ഷം, അതിന്റെ ഒരു കൊമ്പിൽ കേടുവന്നാൽ മരം മൊത്തത്തിൽ മുറിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ കേടുവന്നത് ആ ഭാഗം മുറിച്ചു മാറ്റിയാൽ പോരെ. പണ്ടൊക്കെ അതായിരുന്നു പാർട്ടിയുടെ രീതി. എന്നാൽ പിണറായിസം വന്നതോടെയാണ് ആ കേടുവന്ന ഭാഗം വൃണമായിട്ടും അതും ചുമന്ന് നടന്ന് പാർട്ടി നാറുന്നത്. ഏതായാലും ഇനിയും വൃണം ചുമന്നാൽ നാണം കെട്ട് ഒടുങ്ങേണ്ടി വരും. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കിട്ടിയതിനേക്കാൾ വലിയ അടി കിട്ടും. സത്യത്തിൽ ഈ സ്വരാജൊക്കെ എന്തിനാണോ ഈ മനുഷ്യനെ ഇങ്ങനെ അങ്ങ് താങ്ങുന്നതെന്ന് വ്യക്തമാകുന്നില്ല. കാരണം മൈക്ക് കിട്ടിയാൽ അത്രത്തോളം വലിയ ആധികാരികമായ പാർട്ടിയെ എന്തോ വലിയ തലപ്പൊക്കത്തിൽ പറയുന്ന ആളൊക്കെയാണ് സ്വരാജ്. എന്നാൽ പിണറായിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് പാർട്ടി മാറ്റി പിണറായിയുടെ കാല് നക്കും. ഒരു പാർട്ടി മുഴുവൻ ഒരു കുടുംബക്കാരുടെ താളത്തിന് നിന്ന് തുള്ളുന്ന ഗതികെട്ട അവസ്ഥ. വിമർശനത്തിന് അതീതനെന്ന് കരുതുന്ന മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം തുടർന്ന് CPM ജില്ലാ കമ്മിറ്റികൾ. ഏറ്റവും ഒടുവിൽ കോട്ടയം, ആലപ്പുഴ ജില്ലാ കമ്മിറ്റികളിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലി പാർട്ടിക്ക് ചേർന്നതല്ല എന്നും അത് തിരുത്തണമെന്നുമായിരുന്നു ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം.
മന്ത്രിമാരിൽ വീണ ജോർജ്, MP രാജേഷ്, KN ബാലഗോപാൽ എന്നിവർക്കെതിരെയാണ് കാര്യമായ വിമർശനമുണ്ടായത്. ഒന്നാം പിണറായി സർക്കാരിൽ KK ശൈലജ വഹിച്ചിരുന്ന ആരോഗ്യ വകുപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നായിരുന്നു ചില പ്രതിനിധികൾ ചോദിച്ചത്. ഇതിനിടെ കേരളത്തിലെ പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്ന വാദം 3 ദിവസമായി ഡൽഹിയിൽ നടന്ന CPM കേന്ദ്ര കമ്മിറ്റി തള്ളിയില്ല. തോൽവിയിൽ ആഴത്തിലുള്ള പരിശോധന നടത്തും, പരാജയ കാരണങ്ങൾ പഠിക്കും, തിരിച്ചടിക്കിടയാക്കിയ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും, തിരുത്തലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന. ഭരണവിരുദ്ധ വികാരം അടക്കം പരിശോധിക്കാൻ സമിതി രൂപീകരിക്കും. ഭരണവിരുദ്ധ വികാരം എന്ന വാദത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ തള്ളിപ്പറയാൻ കേരളത്തിലെ പല മുതിർന്ന നേതാക്കളും തയ്യാറായില്ല എന്നാണ് സൂചന. സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും. 3 ദിവസമായി നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിലെ വോട്ട് ചോർന്നത് കേരളത്തിലെ തോൽവിക്ക് കാരണമായതെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. മതസാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല, പരാജയത്തിന് വിവിധ കാരണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനം പാർട്ടിയിലേക്ക് മടങ്ങിവരും. ജനങ്ങളുടെ ഇടയിലേക്കിറങ്ങി പ്രചാരണം നടത്തണം, അവരെ കേൾക്കണം. കേരളത്തിൽ BJPയുടെ വളർച്ചയും വോട്ട് വിഹിതത്തിലെ വർധനയും CPM പരിശോധിക്കും. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തടയാൻ കഴിയാത്തതും ചർച്ചയായി. കേരളത്തിൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ചയെ അതീവ ഗൗരവമായാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് കേരളത്തിൽ തിരിച്ചടിയായി എന്ന സംസ്ഥാന ഘടകത്തിന്റെ വാദത്തിന് യോഗത്തിൽ സ്വീകാര്യത ലഭിച്ചില്ല. പാർട്ടിയുടെ ബംഗാൾ ഘടകം കോൺഗ്രസ് സഖ്യത്തെ ന്യായീകരിക്കുകയും ചെയ്തു. എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിലും ജില്ലാ യോഗങ്ങളിലുമെല്ലാം പിണറായിക്ക് തലങ്ങും വിലങ്ങും അടിയാണ് കിട്ടിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.